വെൽക്കം ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. പലർക്കും തങ്ങളുടെ ലിമിറ്റേഷൻസിനെ മറികടന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ അതിന് സാധിക്കാറില്ല. തങ്ങളെ തന്നെ അൺലോക്ക് ചെയ്യാൻ സാധിക്കാറില്ല. ഏതോ പൂട്ടിയിരിക്കുകയാണ്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന പുസ്തകമാണ് എലിവേറ്റ് ബൈ റോബർട്ട് ക്ലേസർ. എലിവേറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുക, ഉയരുക എന്നെല്ലാമാണ്. പുസ്തകത്തിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് പുഷ് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് ആൻഡ് അൺലോക്ക് സക്സസ് ഇൻ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മെ പൂട്ടിയിട്ടിരിക്കുന്ന, നമ്മെ തളച്ചിട്ടിരിക്കുന്ന ആ പൂട്ടിൽ നിന്ന്, ആ കെണിയിൽ നിന്ന്, ആ ചെയിനിൽ നിന്ന് മോചിതരായി മുന്നോട്ട് പോകാൻ എങ്ങനെ സഹായിക്കും? ഇതാണ് പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകത്തിൽ ഒരു 4 മേഖലകൾ പറയുന്നുണ്ട്. ഈ 4 മേഖലകളിൽ നാം എപ്പോഴും ഏറ്റവും നന്നായിരിക്കുവാൻ ശ്രമിക്കണം. അതിൻ്റെ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യുകയും അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാനും സാധിക്കുമ്പോഴാണ് നമുക്ക് നന്നായി ജീവിക്കാനും വിജയിക്കുവാനും സാധിക്കുന്നത്. ഇപ്പോൾ ഈ റോബർട്ട് ക്ലേസർ ഒരു ഫ്രൈഡേ ന്യൂസ് ലെറ്റർ എന്ന് പറയുന്ന ഒരു ന്യൂസ് ലെറ്റർ എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ എംപ്ലോയീസിന് അയച്ചു കൊടുക്കുമായിരുന്നു. അവരിതെല്ലാം വായിച്ചിട്ട് ഏറ്റവും അധികം സന്തോഷവാന്മാരാകുകയും ഇത് നല്ല കാര്യമാണെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. ഇപ്പോൾ 4 മേഖലകൾ പറയുന്നുണ്ട്. ഈ 4 മേഖലകളിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ പൊട്ടൻഷ്യൽസിനെ അൺലോക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ ലിമിറ്റേഷൻസിനെയും നമ്മുടെ ബൗണ്ടറീസിനെയും നമുക്ക് മറികടക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് റോബർട്ട് ക്ലേസർ പറയുന്നത്. ഒന്നാമത്തെ മേഖല സ്പിരിച്വൽ മേഖലയാണ്. ആത്മീയ തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്, നമ്മുടെ കോൺഷ്യസ്നസ് എന്താണ്, നമ്മുടെ വാല്യൂസ്, നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ്, എന്തിനു ജീവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്പിരിച്വൽ അവസ്ഥ, ആത്മീയമായ അവസ്ഥ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വാല്യൂസ് എന്താണ്, എന്തിനു ജീവിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ സിസ്റ്റംസ് ആ മേഖലയിൽ ഒന്നാമത് ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചാണ് പുസ്തകത്തിൽ ധാരാളമായി പറയുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഓരോ മേഖലയിൽ നമ്മുടെ കപ്പാസിറ്റി ദൈനംദിനം എങ്ങനെ ബിൽഡ് ചെയ്യാം, എങ്ങനെ വളർത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് പുസ്തകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ മേഖല ഇൻ്റലിജൻസ്, അതായത് ലോജിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇത്തരം കുറേ ബുദ്ധി വേണ്ട, അല്ലെങ്കിൽ നാം പൊതുവെ സാധാരണ പറയുന്ന ഇൻ്റലക്റ്റ് വേണ്ട മേഖലകളുണ്ട്. അപ്പോൾ അതിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, ലോജിക്കൽ തിങ്ക് ചെയ്യുവാനുള്ള ആ മേഖലയിൽ നാം നന്നായി വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ, എലിവേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ കാര്യമാണ് ഫിസിക്കൽ. നമുക്കറിയാം ആരോഗ്യം, നല്ല ആരോഗ്യം വേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പല ആളുകളും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എല്ലാം പറയുന്നത്, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, മധുരം അധികം കഴിക്കുക, മദ്യം കഴിക്കുക, ഇങ്ങനെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊക്കെ ഒഴിവാക്കുക, നന്നായി എക്സസൈസ് ചെയ്യുക, നന്നായ രീതിയിലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് ഈ ഫിസിക്കൽ മേഖലയും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവസാനത്തെ മേഖലയാണ് ഇമോഷണൽ എന്ന് പറയുന്ന മേഖല. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ എലിവേറ്റ് ചെയ്യണമെങ്കിൽ ഈ 4 മേഖലയിലും ഒരു ബാലൻസ് ഉണ്ടാകുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ തലം എങ്ങനെയാണ്, ശാരീരിക തലം എങ്ങനെയാണ്, നമ്മുടെ ബൗദ്ധിക തലം എങ്ങനെയാണ്, നമ്മുടെ വൈകാരിക തലം എങ്ങനെയാണ്, ഇങ്ങനെ സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ഫിസിക്കൽ ഇൻ്റലിജൻസ്, സ്പിരിച്വൽ, ഇമോഷണൽ, ഈ 4 തലങ്ങളിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇമോഷണൽ തലങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്സ്, ഫാമിലി റിലേഷൻഷിപ്പ് ആയിരിക്കാം, കുടുംബത്തിൽ ബന്ധങ്ങളായിരിക്കാം, കൂട്ടുകാരെ ബന്ധങ്ങളായിരിക്കാം, ഓർഗനൈസേഷണൽ ബന്ധങ്ങളായിരിക്കാം. നമുക്ക് കോപമുണ്ടാകുക, സന്തോഷമുണ്ടാകുക, ഓവർ സന്തോഷമുണ്ടാകുക, ഓവർ ദേഷ്യമുണ്ടാകുക, ഡിപ്രഷൻ ഉണ്ടാകുക, ഇങ്ങനെ കുറേ മേഖലകളുണ്ട്. അപ്പോൾ ഈ മേഖലകൾ എങ്ങനെ എംപവർ ആകാൻ സാധിക്കും, എങ്ങനെ നമ്മുടെ പൊട്ടൻഷ്യൽസിനെ അൺലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, സക്സസ് ആകുവാൻ സാധിക്കും, നമുക്കും വിജയിക്കാൻ സാധിക്കും, മറ്റുള്ളവർക്കും വിജയിക്കുവാൻ സാധിക്കും. അതാണ് പുഷ് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് ആൻഡ് അൺലോക്ക് സക്സസ് ഇൻ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കും, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വിജയിക്കാൻ സാധിക്കും. അതാണ് റോബർട്ട് ക്ലേസർ എലിവേറ്റർ പുസ്തകത്തിൽ പറയുന്നത്. തീർച്ചയായും വായിക്കുക. ഈ 4 മേഖലകളിൽ ഒരു ശക്തരായി തീരുവാൻ നോക്കണം, ജീവിതത്തിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തുവാൻ നോക്കണം. സന്തോഷകരമായ, വിജയകരമായ ജീവിതം നയിക്കുവാനായി പുസ്തകത്തിൽ സഹായിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.